ഹലോ, നമസ്കാരം കൂട്ടുകാരെ. മാലയോഗത്തിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ ക്ഷമാപണം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. മാലയോഗം ഭാഗം 25 ഒരു ശോകമായ പാർട്ടായിരുന്നു അല്ലേ? ഞാൻ ആ പാർട്ട് ഇട്ടതിന് ശേഷം കുറച്ച് നേരം പാർട്ടൊന്ന് കണ്ടായിരുന്നു ആ വീഡിയോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ തോന്നി. പിന്നെ നിങ്ങളുടെ കമൻസ് കണ്ടപ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ മനസ്സിലായത്. ആ പാർട്ട് ഞാൻ കുറച്ച് മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചതായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷവും സങ്കടവും ഒക്കെ എനിക്ക് പറയുമ്പോഴേ വിഷമം തോന്നുന്നുണ്ട്. നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. കാര്യം എൻ്റെ ശബ്ദത്തിലെ നേരിയ മാറ്റങ്ങൾ വരെ നിങ്ങൾ കണ്ടെത്തുന്നുണ്ട് എന്നുള്ളത് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. സത്യം പറയാലോ, ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സങ്കടത്തിലായിരുന്നു ഞാൻ. അതിങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ, എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ച് അതിൻ്റെ സങ്കടം ഒരിക്കലും ആ ശബ്ദത്തിൽ വരരുതേ എന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പക്ഷെ നിങ്ങളത് കണ്ടുപിടിച്ചു. പക്ഷെ ഞാൻ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ചെയ്തത് മോശമാണ്. എന്നോട് ക്ഷമിക്കണം. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഒച്ചത്തിൽ പറഞ്ഞ് ശോകമാക്കാതെ, നിങ്ങളെ സങ്കടപ്പെടുത്താതെ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കും. മാലയോഗം വലിയൊരു കഥയാണെന്ന് ഞാൻ പറയുന്നു. ഉണ്ണിമായുടെ കഥ വലുതാണ്. അപ്പം ഞാനിങ്ങനെ ആവുന്ന പോലെ അറിയുന്ന പോലെ കഥ വായിക്കാം. നിങ്ങൾ അത് കേൾക്കാൻ എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ കൂടെ കൂടി ആരും തിരികെ പോകരുത്, എൻ്റെ അപേക്ഷയാണ്. ഇതെൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളാണ് എനിക്കത് വിജയിപ്പിച്ച് തരേണ്ടത്. നമുക്ക് മാലയോഗത്തിലേക്ക് വരാം. മാലയോഗം ഭാഗം 25. ബസ് ഇറങ്ങി ഉണ്ണിമായ നേരെ പോയത് STD ബൂത്തിലേക്കായിരുന്നു. മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോഴും അപ്പുവിൻ്റെ തോളിലെ പിടുത്തം വിട്ടിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്ന നിരവധി വാഹനങ്ങൾ കണ്ട് കൗതുകത്തോടെ നോക്കുകയാണ് അപ്പു. അവനിതുപോലൊരു യാത്രയും നാടും അപരിചിതമാണല്ലോ. സ്കൂളിൽ നിന്നുള്ള ടൂറിന് പോലും അവനെ വിട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പുവിന് വിശക്കുന്നുണ്ടോ? തിരക്കുള്ള ഒരു ഹോട്ടലിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന അപ്പുവിനോടായി അവൾ ആരാഞ്ഞു. അവൻ ക്ഷീണിച്ച മുഖം ഉയർത്തി അവളുടെ വയറിൽ ചാരി നിന്നു. ഉണ്ണിമായ ഇന്നവന് സഹോദരി മാത്രമല്ല, അമ്മ കൂടിയാണ്. അമ്മയില്ലാത്ത നോവിൽ അവൻ തളരരുതെന്ന് അവൾ കുന്നിമണി ഗ്രാമത്തിൽ നിന്നും പുറപ്പെടുമ്പോഴേ ഉറപ്പിച്ചിരുന്നു. അപ്പുവിന് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചിട്ട് ആകാം നിമിഷയെയും രാധികയും വിളിക്കുന്നതെന്ന് ഉണ്ണിമായ മനസ്സിൽ ഉറപ്പിച്ചു. ഹോട്ടലിൽ പോയി അവനൊരു ബിരിയാണിയും തനിക്കൊരു നാരങ്ങ സർബത്തും ഓർഡർ ചെയ്തു അവൾ ഇരുന്നു. ചേച്ചിക്ക് വേണ്ടേ? ഓർഡർ എഴുതി എടുത്തു പോകുന്നവനെ തിരിഞ്ഞു നോക്കി അപ്പു ഉണ്ണിമായയോട് തിരക്കി. വിശപ്പില്ല അപ്പു, കഴിച്ചോ. കൈവെള്ളയിൽ മുഖം കിടത്തി ഉണ്ണിമായ പുഞ്ചിരിയോടെ പറഞ്ഞു. നമ്മൾ എവിടെയാ താമസിക്കുക? ഈ സ്ഥലത്താണോ എൻ്റെ സ്കൂള്? ചുറ്റും വീക്ഷിച്ചുകൊണ്ട് അപ്പു തിരക്കി. അതൊക്കെ ചേച്ചി വഴിയേ പറയാം. അപ്പുവിന് ഈ നാട് ഇഷ്ടായോ? ഇവിടെ എന്തോരം വാഹനങ്ങളാ. നമ്മുടെ ഗ്രാമത്തിൽ ഇലഞ്ഞിത്തറയിൽ മാത്രമല്ലേ ഉള്ളൂ വാഹനം. നമുക്കിവിടെ മതി. തിളങ്ങുന്ന മിഴികളോടെ അപ്പു പറയുന്നത് കേട്ട് അവൻ വലിയ ആവേശത്തിലാണെന്ന് അവൾക്ക് തോന്നി. ബൂത്തിൽ കയറി നിമിഷയുടെ സെൽഫോണിലേക്ക് വിളിച്ചതും അവൾ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പേരും സ്ഥലവും പറഞ്ഞു കൊടുത്തു. അത് പ്രകാരം 10 മിനിറ്റോളം അവളും അപ്പുവും മുന്നോട്ട് നടന്നു. വെയിലിന് ശക്തിയേറി വന്നിട്ടുണ്ട്. ചൂടേറിയപ്പോൾ അപ്പുവിന് ദേഹം പൊള്ളുന്നത് പോലെ തോന്നി. ഇത്രയും ചൂട് നമ്മുടെ ഗ്രാമത്തിൽ ഇല്ലല്ലോ. അവൻ്റെ തലക്ക് മീതെ കുട ചൂടി കൊടുക്കുമ്പോൾ ഉണ്ണിമായ തിരക്കി. പട്ടണത്തിൽ ഒരു മരത്തണൽ പോലും കാണില്ല. അവനെ ചേർത്ത് പിടിച്ചു ഇരുവരും മുന്നോട്ട് നടന്നു. വെളുത്ത റോസാപ്പൂക്കൾ കൊണ്ട് ചേതോഹരമായി ഒരുക്കിയ വലിയ സ്റ്റേജ്. കടും ചുവപ്പ് ഷർട്ടും വീതിയേറിയ സ്വർണ്ണക്കരയുമുള്ള കസവുമുണ്ടും ഉടുത്ത് വിഘ്നേഷ് സ്റ്റേജിനെ തൊട്ടു വന്നിച്ചു കയറി സദസ്സിനെ നോക്കി കൈകൂപ്പി. കരിനീല സാരിയിൽ വൈറ്റ് സ്റ്റോൺ നെക്ലേസ് അണിഞ്ഞ്
അതീവ സുന്ദരിയായി സമുദ്ര ശിവാംഗിയും സ്റ്റേജിനെ വന്നിച്ചു കയറി വന്നു. സദസ്സിനെ നോക്കി കൈകൂപ്പി ശിരസ്സൊന്ന് താഴ്ത്തി നിവർന്നു. സമുദ്ര നിരവധി സ്റ്റേജ് റാമ്പിലും ഫാഷൻ പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇന്നവിടെ മുമ്പിലിരിക്കുന്നവരെ കാണുമ്പോൾ ഹൃദയം അകാരണമായി മിടിച്ചു. വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഉണ്ണിമായ നിമിഷ പറഞ്ഞതു പ്രകാരം ആ ഓഡിറ്റോറിയത്തിലെത്തി. ഓഡിറ്റോറിയത്തിൻ്റെ കവാടത്തിനരികിൽ നിന്നും അവൾ ചുറ്റും വീക്ഷിച്ചു. നിമിഷയെയോ രാധികയെയോ എങ്ങും കണ്ടില്ല. അവൾ വന്നയിടം മാറിപ്പോയി കാണുമോ എന്നൊരു നിമിഷം ശങ്കിച്ചു. എന്നാൽ ദൂരെ കാണുന്ന പൂക്കൾ കൊണ്ടലങ്കരിച്ച സ്റ്റേജിൽ നിന്നുകൊണ്ട് പരസ്പരം പ്രണയാർദ്രമായി മിഴികളുടക്കി മോതിരം അണിയുന്നവരെ കണ്ടതും അവൾക്ക് ആശ്വാസമായി. നിമിഷ ഇവിടെ തന്നെ കാണുമെന്ന പ്രതീക്ഷയിൽ അവൾ അപ്പുവിനെ അരികിലേക്ക് നിർത്തി അവിടെ തന്നെ നിന്നു. മോതിരമണിയൽ കഴിഞ്ഞ് ഓരോരുത്തരായി സ്റ്റേജിൽ കയറി വന്ന് വിഘ്നേശനും സമുദ്രയ്ക്കും ഒപ്പം നിന്ന് ഫോട്ടോ എടുപ്പ് തുടങ്ങിയിരുന്നു. വെങ്കിടിയും ഭാഗ്യവും സുബ്ബലക്ഷ്മിയെ കൈപിടിച്ചു സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു സോഫയിലിരുത്തി. അപ്പുറവും ഇപ്പുറവുമായി വിഘ്നേശും സമുദ്രയും ഇരുന്നു. പിറകില് കൈകൾ കോർത്തു പിടിച്ചു ശാലിനിയെ എടുത്തുപൊക്കി വെങ്കിടിയും ഭാഗ്യവും നിന്നൊരു പോസിൽ ഫോട്ടോ എടുത്തു. ഉണ്ണിമായ അതെല്ലാം നോക്കിക്കാണുമ്പോഴും മനസ്സ് മറ്റേതോ ലോകത്തായിരുന്നു. അച്ഛൻ, അമ്മ, കൂടപ്പിറപ്പുകൾ, ഭർത്താവ് ഇവരൊക്കെയുള്ളൊരു കുടുംബം തൻ്റെ ഈ ആയുസ്സിൽ സംഭവിക്കില്ലെന്ന് ഓർക്കവേ അവൾക്ക് ഹൃദയം നുറുങ്ങുന്ന വേദന തോന്നി. ഇന്ന് വിഘ്നേഷ് സാറിൻ്റെ വിവാഹമാണെന്ന് നിമിഷ സൂചിപ്പിച്ചതുപോലുമില്ല. അറിഞ്ഞിരുന്നേൽ ഇവിടെ വന്ന് നിൽക്കില്ലായിരുന്നു. ഉണ്ണിമായ പതിഞ്ഞ സ്വരത്തിൽ പറയുന്നത് കേൾക്കെ ഒന്നും മനസ്സിലാകാതെ അപ്പു അവൻ്റെ മുഖം ഉയർത്തി അവളെ നോക്കി. ചടങ്ങുകൾ ഒരുവിധം ഒതുങ്ങിയപ്പോൾ വിഘ്നേശനും സമുദ്രയ്ക്കും ഒപ്പം സ്റ്റേജിൽ കയറി നിമിഷയും ലയയും ഫോട്ടോ എടുക്കാൻ നിന്നു. അതോടെ അവർ അവിടെയുണ്ടെന്ന് ഉണ്ണിമായ്ക്ക് ഉറപ്പായി. സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിമിഷ കണ്ടു മുൻ പ്രവേശന കവാടത്തിൻ്റെ അരികിൽ തന്നെ നോക്കി പുഞ്ചിരിക്കാൻ വെമ്പി നിൽക്കുന്ന ഉണ്ണിമായെ. ഉണ്ണിമായ! അവളെ കണ്ട ആവേശത്തിൽ നിമിഷ പേര് വിളിച്ചത് അല്പം ഉച്ചത്തിലായിപ്പോയി. നിമിഷയ്ക്ക് അരികിൽ നിന്നിരുന്ന വിഘ്നേശും അവളുടെ മിഴികൾ നീളുന്ന ഭാഗത്തേക്ക് നോക്കിയതും അവനും കണ്ടു നിസ്സഹായയായി നിൽക്കുന്നൊരുവളെ. ഒരു നിമിഷമെങ്കിലും അവൻ്റെ ശ്രദ്ധ അവളിൽ ഉടക്കിപ്പോയിരുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്തത്ര മാറ്റം അവളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ ഉണ്ണിമായിൽ നിന്നും ഒത്തിരി വ്യത്യാസം അവൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഉണ്ണിമായ നമ്മുടെ ഓഫീസിൽ ടൈപ്പിസ്റ്റായി വന്ന കുട്ടിയല്ലേ? വിഘ്നേഷ് ഒന്ന് ഉറപ്പുവരുത്തി. അപ്പോഴാണ് വിഘ്നേഷും താൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടെന്ന് ഉണ്ണിമായെ കണ്ടെന്നും നിമിഷയ്ക്ക് മനസ്സിലായത്. അതെ സാർ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങാണ് എന്നും പറഞ്ഞ് നിമിഷ ലയയോടൊപ്പം സ്റ്റേജിൻ്റെ സ്റ്റെപ്സ് ഇറങ്ങി. നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? നിമിഷ അവർക്കരികിലേക്ക് ഓടി വന്നു. ഉണ്ണിമായ്ക്ക് ഈ മുഖം ഓർമ്മയുണ്ടോ? ലയയെ കാണിച്ചുകൊണ്ട് നിമിഷ ചോദിച്ചു. മറന്നിട്ട് വേണ്ടേ ഓർക്കാൻ? ലയയെ കണ്ടതും ഉണ്ണിമായ പുഞ്ചിരിച്ചു. ഞാൻ കുറേ നേരം ഇതിനകത്തൊക്കെ നോക്കി. അവൾ അപ്പുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എടാ, എന്നിട്ട് ഒത്തിരി നേരമായോ രണ്ടാളും വന്നിട്ട്? നിമിഷ ഉണ്ണിമായുടെ കവിൾ പിടിച്ച് തിരക്കുമ്പോൾ അവളുടെ വാക്കുകളിൽ ആകുലത നിറഞ്ഞിരുന്നു. എന്നാലും സാറിൻ്റെ വിവാഹ ചടങ്ങ് നടക്കുവാണെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ടായിരുന്നു. ക്ഷണിക്കാതെ ഞങ്ങൾ ഈ മണ്ഡപത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നപ്പോഴേ വല്ലാത്തൊരു നാണക്കേട്, മോശമായിപ്പോയല്ലേ? ഉണ്ണിമായ സങ്കടത്തോടെ നിമിഷയെ നോക്കി. ഈ നാടറിയാതെ നിന്നെ എങ്ങോട്ട് വിടും? ഇങ്ങോട്ട് വന്നാൽ നമുക്കൊരുമിച്ച് മുറിയിലേക്ക് പോവാലോ എന്ന് വിചാരിച്ചു. പിന്നെ സാറിൻ്റെ മാരേജ് അല്ല,
എൻഗേജ്മെൻ്റാണ് നടന്നത്. ഭാവി വധുവിനെ കണ്ടില്ലേ? നിമിഷ ഇതും പറഞ്ഞ് അപ്പുവിനെ കെട്ടിപ്പിടിച്ചു. ഉണ്ണിമായ ഒരു തവണ കൂടെ സ്റ്റേജിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. വാ, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? വേണ്ട, ഞങ്ങളിപ്പോൾ കഴിച്ചു. നിമിഷ അപ്പുവിൻ്റെ കൈ പിടിച്ചു ഭക്ഷണ ഹാൾ ലക്ഷ്യമാക്കി നടക്കാൻ ഒരുങ്ങിയതും ഉണ്ണിമായ തടഞ്ഞു. ഇരുവരുടെയും പ്രകടനങ്ങളും പുഞ്ചിരിയും വീക്ഷിച്ചു വിഘ്നേഷ് കുറച്ചകലേ ഉണ്ടായിരുന്നു. എന്ത് കോലമാടി ഇത്! ആകെ എല്ലും പൊന്തി നെഞ്ചും മുന്തി. തോളിലിട്ട ബാഗ് ബെഡിലേക്ക് എറിയുന്നതിനിടെ നിമിഷ ചോദിച്ചു. മുറിയാകെ വീക്ഷിക്കുന്നവൾ നിമിഷയുടെ ചോദ്യം കേട്ട് വേദനയൂറുന്ന പുഞ്ചിരിയോടെ അവളെ നോക്കി. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിരുന്നു കടന്നുപോയ കുറേ മാസങ്ങൾ. എൻ്റെ അമ്മ പോയതിൻ്റെ നഷ്ടങ്ങൾ. കണ്ണടക്കുമ്പോൾ മിഴിനീർ നിറഞ്ഞു തുളുമ്പുന്ന അമ്മയാ മുമ്പിൽ. ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് തൊട്ട് നിറമിഴികളോടെ അല്ലാതെ അമ്മയെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കണ്ടത് വിഷം കഴിച്ചു വായിൽ നിന്ന് പതയും നിറയും വന്ന് കിടക്കുന്നതാ. മരിച്ചു കിടക്കുന്ന അമ്മയുടെ മുഖം ഓർക്കവേ അവളുടെ ശബ്ദം ഇടറി കരച്ചിലിൻ്റെ വക്കോളമെത്തി. വന്ന ദിവസം തന്നെ അവളെ പഴയ ഓർമ്മകളിലേക്ക് തള്ളിവിടുന്ന ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് നിമിഷ വിഷമത്തോടെ ചിന്തിച്ചു. എല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ഉണ്ണിമായ. നീ ഇത് ഓർത്തിരുന്നാൽ അമ്മയുടെ ആത്മാവ് സങ്കടപ്പെടില്ലേ? അമ്മ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം നീ കണ്ടെത്തണം. നിമിഷ അവളുടെ കരങ്ങളെ എത്തിപ്പിടിച്ച് സ്പർശിച്ചു. നീ എന്താ രാധികയെ ചോദിക്കാത്തത്? എന്തോ ഓർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നിമിഷ ആരാഞ്ഞു. രാധികയെക്കുറിച്ച് മാത്രമല്ല, നിമിഷ എന്തേ ഹോസ്റ്റലിൽ നിന്ന് പോയെന്നത് എന്ന് വരെ ചോദിക്കാനിരിക്കുകയായിരുന്നു ഞാൻ. ആ വീടിൻ്റെ മുകളിലത്തെ 2 മുറിയും ചെറിയ ഹാളും കിച്ചണും നടന്നു നോക്കുന്നതിനിടെ ഉണ്ണിമായ തിരക്കി. ഇതിലേതാണ് ആദ്യം പറയേണ്ടത്? നിൻ്റെ ഇഷ്ടം. ഓഫീസിൽ നിന്നൊരു 10 മിനിറ്റ് വൈകിയാൽ തന്നെ വാർഡൻ്റെ ഓരോ ചോദ്യങ്ങളും ചൊറിച്ചിലും സഹികെട്ട് രാധികയാ ഇങ്ങനൊരു വീട് കണ്ടെത്തി തന്നത്. താഴെയുള്ള താമസക്കാരുടേതാണ് ഈ വീട്. ഒരു പാവം അച്ചായനും അച്ചായത്തിയും. മക്കളില്ല. വീടിൻ്റെ മുകൾ ഭാഗം വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനും അവളിങ്ങോ പോന്നു. ഫ്രിഡ്ജിൽ നിന്നും ജ്യൂസ് എടുത്ത് നിമിഷ 3 ഗ്ലാസുകളിലായി ഒഴിച്ചു. ബാൽക്കണിയിൽ പന്ത് തട്ടി കളിക്കുന്ന അപ്പുവിന് ആദ്യം ഗ്ലാസ് കൊടുത്തു തിരിച്ചു വന്നു. ഉണ്ണിമായ അപ്പോഴും നിമിഷ പറയുന്നത് സശ്രദ്ധം കേട്ടിരിക്കുകയാണ്. നിമിഷ അവർക്ക് 2 പേർക്കുമുള്ള ഗ്ലാസ് എടുത്തു അവൾക്കരികിലിരുന്നു. എന്നിട്ട് രാധിക? ഉണ്ണിമായ മേശയ്ക്ക് മുകളിൽ വെച്ച നിമിഷയും രാധികയും ചേർന്ന് നിൽക്കുന്ന ഫ്രെയിം ചെയ്ത ഫോട്ടോയിലേക്ക് നോക്കി. സംഗതി ഗർഭക്കേസാണ്. മാസം ഇപ്പം 3 കാണും. നിമിഷ പറയുന്നത് കേട്ട് ഉണ്ണിമായുടെ മുഖം മന്ദഹസിച്ചു. ഇനി അവൾ വരില്ലേ? ഉണ്ണിമായ തിരക്കി. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണെന്ന് കേട്ടു. അവൾ പോയ പിന്നെ ഞാൻ തനിച്ചായി വിടാം. നിമിഷ സോഫയിലേക്ക് ചാരിയിരുന്നു. തനിച്ചോ? ഉണ്ണിമായ അതിശയോക്തിയോടെ തിരക്കി. പിന്നെ എന്തോ ചെയ്യും? അഡ്വാൻസും കൊടുത്തു വീടും വാങ്ങിയിട്ട് തിരിച്ച് ആ ഹോസ്റ്റലിലേക്ക് തന്നെ പോയാലേ ആ വാർഡൻ്റെ വായിലിരിക്കുന്നത് കേൾക്കും ചെയ്യും, പൈസയും പോയി. എന്തായാലും കറക്റ്റ് സമയത്താണ് നീ എത്തിയത്. എനിക്ക് വാടക ഷെയർ ചെയ്യാനൊരാളായല്ലോ. നിമിഷ ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞതും ഉണ്ണിമായുടെ മുഖം മങ്ങി. നീ എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി തരപ്പെടുത്തി തരണം, ഉണ്ണിമായ അപേക്ഷയോടെ പറഞ്ഞു. എടി പെണ്ണെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. പൈസ അതോർത്ത് നീ സങ്കടപ്പെടണ്ട. ജോലി നമുക്ക് കണ്ടുപിടിക്കാം. നീ സർട്ടിഫിക്കറ്റ്സൊക്കെ എടുത്തിട്ടില്ലേ? നിമിഷ അവളുടെ ബാഗിലേക്ക് നോക്കി തിരക്കി. അങ്ങനെ പഠിച്ച ജോലി തന്നെ വേണമെന്നില്ല. എന്ത് ജോലിയായാലും ഞാൻ ചെയ്തോളാം, ഉണ്ണിമായ ദയനീയമായി പറഞ്ഞു. ഒക്കെ റെഡിയാക്കാം, പോരേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതാരായിരുന്നു ആ ഹീറോ? ഒറ്റച്ചാട്ടത്തിന് നിമിഷ ഉണ്ണിമായുടെ അരികിലേക്ക് പറ്റിച്ചേർന്നു. ഹീറോയോ? അതാരാ? കണ്ണുകൾ മിഴിച്ച് ഉണ്ണിമായ ചോദിക്കുമ്പോൾ നിമിഷയുടെ ചാടി വീഴലിൻ്റെ ആഘാതത്തിൽ
അവൾ സോഫയിലേക്ക് ചാരി വീണിരുന്നു. വീട്ടിൽ ഞങ്ങൾ വന്ന ദിവസം നിന്നെ ചതിച്ച ആ നാറിയെ വലിച്ചേച്ച് ഉണ്ണിമായുടെ മുന്നിലേക്കിട്ട് തന്ന ആ ഹീറോ. നിമിഷ പുരികം പൊക്കി ആരായെന്ന് കേട്ടപ്പോൾ തന്നെ ഉണ്ണിമായുടെ മനസ്സിൽ ഭരതൻ്റെ മുഖം തെളിഞ്ഞു വന്നിരുന്നു. ആ, അതാണ് ഇലഞ്ഞിത്തറയിലെ ചെറിയമ്പ്യാര്, ഭരതൻ നമ്പ്യാർ. ഹൗ, എന്താ ഒരു ബോഡി! ജിമ്മിലൊക്കെ പോയി ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. നിമിഷ അവളുടെ തന്നെ താടയിൽ ഒഴിഞ്ഞു. ചെറിയമ്പ്യാർ ജിമ്മിൽ പോകാറില്ല. അതൊക്കെ പാടത്ത് കിളച്ചും കൃഷി ചെയ്തും ജീവിക്കുന്നവരുടെ ദേഹമാ. പറയുമ്പോൾ ആ ഗ്രാമീണ സുന്ദരിയുടെ മിഴികൾ പ്രൗഢിയോടെ തിളങ്ങി. ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഓർക്കുകയായിരുന്നു, ആ വിഷ്ണുവിനൊക്കെ പ്രേമിച്ച നേരം നിനക്ക് ഈ മുതലിനെ പ്രേമിക്കായിരുന്നില്ലേ? പൗരുഷം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. നിമിഷ ഇപ്പോഴും താടയിൽ നിന്ന് കൈയെടുക്കാതെ രോമാഞ്ചം കൊണ്ട് കുളിർമയിലാണ്. നിമിഷയുടെ ആളെന്നെത്തും. അവൾ ഇന്ന് ആ വിഷയത്തിൽ നിന്നും മാറില്ലെന്ന് തോന്നിപ്പോയേ ഉണ്ണിമായ ഉചിതമായി ഇടപെട്ടു. ഉടനെ ഉണ്ടാകും. നിമിഷ ചെറുനാണത്താൽ പുഞ്ചിരിച്ചു. എന്നാലേ നിങ്ങൾ രണ്ടാളും ഒന്ന് വിശ്രമിച്ചോ. ഞാൻ അപ്പോഴേക്കും രാത്രിയിലേക്കുള്ള ഫുഡ് റെഡിയാക്കാം എന്നും പറഞ്ഞ് നിമിഷ അവിടെ നിന്നും എഴുന്നേറ്റപ്പോൾ ഉണ്ണിമായയും കൂടെ എഴുന്നേറ്റു. ഞാനും സഹായിക്കാം. തൽക്കാലം വേണ്ട. അപ്പുവിനെയും വിളിച്ചു ആ മുറിയിൽ റെസ്റ്റ് എടുത്തോ, യാത്രാക്ഷീണം കാണും എന്നും പറഞ്ഞ് മൂവരുടെയും ജ്യൂസ് ഗ്ലാസുകളെടുത്ത് നിമിഷ അടുക്കളയിലെത്തി. സ്കൂൾ കവാടം കടന്നു നിമിഷയും അവർക്കൊപ്പം ഉണ്ണിമായും അപ്പുവും നടന്നു. അപ്പുവിൻ്റെ മിഴികൾ അവിടെയൊക്കെ തങ്ങി നടന്നു. പുതിയ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഉത്സാഹവും അതിലേറെ പരിഭ്രമവും നിറഞ്ഞിരുന്നു. ദേ, ഓഫീസ് ആ ഭാഗത്താണെന്ന് തോന്നുന്നു. നിമിഷ സംശയം പറഞ്ഞപ്പോൾ ഉണ്ണിമായും അവൾക്കൊപ്പം നടന്നു. അപ്പോൾ നീ സ്കൂളിൽ വന്നിട്ടില്ലേ? ഉണ്ണിമായ ഉത്കണ്ഠയോടെ തിരക്കി. ഞാൻ ഈ സ്കൂൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ വരുത്തിയല്ലേ? ഒരു ചിരിയോടെ നിമിഷ പറഞ്ഞപ്പോഴാണ് നിമിഷയുടെ നാട് ഇതല്ലല്ലോ എന്ന് അവൾ ഓർത്തത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ടീച്ചറാണ്. അപ്പുവിൻ്റെ അഡ്മിഷനെ കുറിച്ച് ചോദിച്ചു. അവളെ ഞാൻ വിളിച്ചിരുന്നു. TC എടുത്തല്ലോ അല്ലേ? നിമിഷ ഓർമ്മപ്പെടുത്തി ചോദിച്ചതും അവൾ അതേ എന്ന് തലയാട്ടി. ഓഫീസിലെത്തി TCയും അവൻ്റെ ജനന സർട്ടിഫിക്കറ്റും മറ്റു രേഖകളും പ്രിൻസിപ്പാലിനെ ഏൽപ്പിച്ചു. അടുത്താഴ്ച തൊട്ട് ക്ലാസ്സിൽ വരാമെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞതും സമ്മതിച്ചു. ഇരുവരും ഓഫീസിൽ നിന്ന് ഇറങ്ങി. വരാന്തയിൽ കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന ടീച്ചറെ കണ്ടതും നിമിഷയുടെ മിഴികൾ വിടർന്നു. അതാണ് എൻ്റെ ഫ്രണ്ട്. നിമിഷ ധൃതിപ്പെട്ടു മുന്നോട്ട് നടന്നപ്പോൾ ഉണ്ണിമായയും അപ്പവും അവിടെ നിന്നു. ചിരിയും കളിയുമായി ഇരുവരും കുറച്ചപ്പുറം നിന്ന് സംസാരിക്കുന്നത് നോക്കി ഉണ്ണിമായ നിന്നു. ഇതാണ് ആള്, വല്ലതും നടക്കുമോ? ഉണ്ണിമായുടെ അരികിലെത്തിയതും നിമിഷ കൂട്ടുകാരിയോടായി തിരക്കി. തുടരും. കഥ ഇനിയും തുടരും. ഇനി ഉണ്ണിമായ പുതിയതായി ചെയ്യാൻ പോകുന്ന ജോലി എന്താണെന്നറിയാം. വിഘ്നേഷ് അവളുടെ ജീവിതത്തിലേക്ക് വരുമോ എന്നറിയാം. കവിതയുടെ കാര്യം അവിടെ എന്താകുമെന്നറിയാം. നിങ്ങൾ കാത്തിരിക്കുമല്ലോ. കഥ ഞാൻ എനിക്കാവും വിധം അന്നന്ന് ദിവസങ്ങളിൽ ഇടാൻ നോക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വരണം. എനിക്കത് വലിയ ആഗ്രഹമാണ്. 500 ആകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ കഥ കേൾക്കുന്ന എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. പിന്നെ നിങ്ങളുടെ സജഷൻസ്, കമൻറ്റ്സ് എനിക്ക് വേണം, ഇനിയും വേണം. അങ്ങനെ കാണുമ്പോഴാണ് അടുത്തത് ഞാൻ നന്നാക്കി ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസിൽ എനിക്ക് പുതിയ പാർട്ട് ഇടാൻ കഴിയുന്നത്. എല്ലാവരോടും നന്ദി. നാളെ കാണാം.